ദീർഘകാലമായി തകർന്നു കിടന്നിരുന്ന ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷൻ മുതൽ കൊച്ചിൻ പാലം വരെയുള്ള റോഡിന്റെ തകർച്ചയ്ക്ക് ശാപമോക്ഷം. റോഡിൽ റീടാറിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന വികസന സമിതി യോഗത്തിൽ ഉടൻ തന്നെ റോഡ് നവീകരണം ആരംഭിക്കാൻ പൊതുമരാമത്ത് വകുപ്പിനോട് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരുന്നു. പൊതുവാൾ ജംഗ്ഷൻ മുതൽ കൊച്ചിൻ പാലം വരെയുള്ള റോഡിലൂടെ വാഹന ഗതാഗതം ഏറെ ദുസ്സഹമായിരുന്നു. റോഡിൽ കുഴികൾ നിറഞ്ഞതിനെ തുടർന്ന് ബസ് ജീവനക്കാർ ഉൾപ്പെടെ ഏറെ ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു. തൃശൂർ, എറണാകുളം തുടങ്ങിയ സ്ഥലങ്ങളിലെ ആശുപത്രികളിലേക്കുള്ള ആംബുലൻസുകൾ ഉൾപ്പെടെ ഏറെ പ്രയാസപ്പെട്ടാണ് ഈ വഴിയിലൂടെ സർവീസ് നടത്തിയിരുന്നത്. റോഡിന്റെ അറ്റകുറ്റപ്പണികൾ പരിഹരിച്ച് റീടാറിംഗ് നടത്താൻ 2021 PWD ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചിരുന്നു. നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുത്ത കരാറുകാരന്റെ വീഴ്ച മൂലം റീടാറിംഗ് അനന്തമായി നീണ്ടു. പിന്നീട് നിരവധി സമരങ്ങൾക്കാണ് ഈ റോഡ് സാക്ഷ്യം വഹിച്ചത്. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ റോഡ് നിർമ്മാണം ആരംഭിച്ചപ്പോൾ അതിന് മുൻകൈയെടുത്ത അധികാരികളോടുള്ള നന്ദി ഇതുവഴി സർവീസ് നടത്തുന്ന ബസ് ജീവനക്കാർ പറഞ്ഞു. ഈ റോഡും കുണ്ടും കുഴിയൊക്കെ കാരണം സമയപ്രശ്നം ഒക്കെ 2 മിനിറ്റും 5 മിനിറ്റും ഗ്യാപ്പിലാണ് പോകുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അത് ഓടിയത്. അപ്പോൾ ഇപ്പോഴും അതിനൊരു പരിഹാരം വന്നത് വലിയ ഉപകാരമായി. ഒരു ദിവസം ഞങ്ങൾക്ക് കുറച്ച് കഷ്ടപ്പാടുണ്ടെങ്കിൽ ഇനി മുതൽ അങ്ങോട്ട് സ്വസ്ഥമായിട്ട് സമയത്ത് ഓടാലോ. അത് ആരാത് ചെയ്തു വെച്ചാൽ അവരോട് വലിയൊരു നന്ദി രേഖപ്പെടുത്തുന്നു. കരാറുകാരന്റെ ഭാഗത്തുള്ള വീഴ്ച ചൂണ്ടിക്കാട്ടി ഷൊർണൂർ MLA P. മമ്മിക്കുട്ടി കരാറുകാരന് ടെർമിനേഷൻ നോട്ടീസ് നൽകാൻ PWDയോട് ശുപാർശ ചെയ്തിരുന്നു. ഇതേ തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് റോഡ് വിഭാഗം കരാറുകാരന് ടെർമിനേഷൻ നോട്ടീസ് നൽകി. ഈ മാസം 31-നുള്ളിൽ പണി പൂർത്തീകരിക്കാനാണ് നോട്ടീസിൽ നൽകിയ അവസാന താക്കീത്. ഇതിനു പുറമെയാണ് കഴിഞ്ഞ ദിവസം നടന്ന വികസന സമിതി യോഗത്തിലും ജില്ലാ കളക്ടർ റോഡ് നവീകരണം ആരംഭിക്കാൻ പൊതുമരാമത്ത് വകുപ്പിനോട് നിർദ്ദേശം നൽകിയത്. ഇതേ തുടർന്നാണ് ദ്രുതഗതിയിൽ പ്രവൃത്തികൾ ആരംഭിച്ചത്. UTV ന്യൂസ്, പാലക്കാട്.